നമ്മുടെ ഷോപ്പിലെ 3 ദിവസം അടുപ്പിച്ച് പവർ കട്ടായിരുന്നു കേട്ടോ. കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞു മടുത്തു. പിന്നെ അവസാനം ഞാൻ സ്റ്റാറ്റസ് ഇട്ടു. ശരിക്കും ഞാൻ വലഞ്ഞു പോയി കേട്ടോ. അപ്പോൾ ഓരോ കസ്റ്റമേഴ്സിനോട് എത്രയെന്ന് വെച്ചാൽ നമ്മൾ എക്സ്ക്യൂസ് പറയുന്നത്, അവർക്കും അത്യാവശ്യമായിട്ടല്ലേ നമ്മുടെ കയ്യിൽ കൊണ്ട് തരുന്നത്. അപ്പോൾ ഈ ഒരു കസ്റ്റമർക്ക് അത് അർജൻറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേരുടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, അതൊക്കെ മിസ്സായി പോയി. ഇവരുടെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയും പിന്നെ കസ്റ്റമറിൻ്റെ ഫോട്ടോസും മാത്രം ആഡ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നു കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കസ്റ്റമർ റെഫറൻസ് പിക്ക് അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ കയ്യിൽ ഇത്രയും ബഡ്ജറ്റ് ഉണ്ട്, ആ ബഡ്ജറ്റിൽ ഓക്കെ ആക്കി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ആ ഒരു ബഡ്ജറ്റിനുള്ളിൽ തന്നെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വർക്കിൽ ഒരു സ്റ്റോൺ വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. അപ്പോൾ ഫീഡിങ് സിപ്പ് 2 സൈഡിലും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റോൺ വർക്ക് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തു. എന്നിട്ട് സ്റ്റോൺ വർക്ക് ചെയ്യട്ടെ എന്ന് അനുവാദം ചോദിച്ചിട്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. അപ്പോൾ സ്റ്റോണിൻ്റെ ഫോട്ടോസ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ നമ്മുടെ ഓൺലൈൻ കസ്റ്റമറാണ്, ഷോപ്പിൽ വന്ന കസ്റ്റമർ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അളവും കാര്യങ്ങളൊക്കെ അവർ ഓൺലൈൻ വഴി അയച്ചു തന്നിരുന്നത്. അപ്പോൾ കുട്ടിയുടെ എന്തോ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ക്രിസ്ത്യൻസ് ആണ്. അപ്പോൾ എന്തോ ഫംഗ്ഷനാണ്, എനിക്ക് അറിയില്ല പേരൊന്നും. അവർക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു, കറക്റ്റ് ഫിറ്റിങ്സ് ആയിരുന്നു. അപ്പോൾ ഇനി ഡ്രസ്സിനെ പറ്റി തിരക്കാത്ത ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ സന്തോഷം. ഓക്കെ, ബൈ.